നമസ്കാരം. +1 തുല്യതാ കോഴ്സിലെ ആദ്യത്തെ ലെസണാണ് ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്. അപ്പം നമ്മളിവിടെ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് പാത്സ് ഓഫ് ഗ്ലോറി എന്ന് പറയുന്ന എന്നാണ് യൂണിറ്റിൻ്റെ പേര്. മഹത്വത്തിലേക്കുള്ള വഴികൾ, അല്ലേ? നമ്മുടെയൊക്കെ മുന്നിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളെയെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് നമ്മൾ മഹത്വത്തിലേക്ക് എത്തുന്നു. ആ കാര്യങ്ങളാണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ലെസൺ എന്ന് പറയുന്നത് ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്നുള്ളതാണ്. ഇത് ഹെലൻ കെല്ലറുടെ ആത്മകഥയുടെ ആദ്യ ഭാഗമാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഹെലൻ കെല്ലർ എന്ന് കേൾക്കാത്തവരാരും തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹെലൻ കെല്ലർ ആരായിരുന്നു? നോക്കാം. ഹെലൻ കെല്ലർ അവർ ജനിച്ചത് 1888, അന്തരിച്ചത് 1968. ഷീ ഈസ് റിമെമ്പേർഡ് ആസ് ആൻ അഡ്വക്കേറ്റ് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ്. അപ്പം വൈകല്യങ്ങൾ ഉള്ള ആളുകളുടെ, അപ്പോൾ ഇന്ന് വൈകല്യം എന്ന വാക്കൊന്നും നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. ഇന്ന് ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന വാക്കാണ് നമ്മൾക്ക് അവർക്കുള്ള ഭിന്നശേഷി വിഭാഗക്കാർ എന്നാണ് നമ്മൾ പറയുക അവരെ. എന്ത് തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള ആളുകളുടെ ഒരു വക്താവ്, അഡ്വക്കേറ്റായിട്ടാണ് നമ്മൾ ആരെ കണക്കാക്കുന്നത്? ഹെലൻ കെല്ലറിനെ കണക്കാക്കുന്നത്. ഷി വാസ് ബോൺ ഇൻ അലബാമ, അമേരിക്കയിലെ അലബാമയിലാണ് അവർ ജനിച്ചത്. ഷി ബിക്കെയിം ഡഫ് ആൻഡ് ബ്ലൈൻഡ് വെൻ ഷി വാസ് 19 months. അവർക്ക് 19 മാസം പ്രായമായപ്പോൾ തന്നെ അവർ ബധിരയായി, അതുപോലെ തന്നെ ബ്ലൈൻഡ്, അന്ധയുമായി. ഹെലൻ ലേൺഡ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹർ ടീച്ചർ ആനി സലിവാൻ. അവർക്കൊരു ടീച്ചറുണ്ടായിരുന്നു, ഒരു അധ്യാപിക. ടീച്ചറുടെ പേര് ആനി സലിവാൻ. ഹെലൻ കെല്ലർ ഇങ്ങനെ ഇത്രയും പ്രശസ്തയായതിൻ്റെ പേരിൽ അതിൻ്റെ നല്ലൊരു ക്രെഡിറ്റ് കൊടുക്കാവുന്ന, ഹെലൻ കെല്ലറിനൊപ്പം തന്നെ ക്രെഡിറ്റ് കൊടുക്കാവുന്ന മറ്റൊരു വ്യക്തിയാണ്, അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന വ്യക്തിയാണ് ആനി സലിവാൻ എന്ന അവരുടെ ടീച്ചർ. അവരുടെ സഹായത്തോടു കൂടി, ആനി സലിവാൻ എന്ന അധ്യാപികയുടെ സഹായത്തോടു കൂടി ഹെലൻ കെല്ലർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്? ആശയവിനിമയം നടത്താനായിട്ട് അവർ പഠിച്ചു. ഷീ ഹാസ് ഓതർഡ് 12 books ആൻഡ് ന്യൂമറസ് ആർട്ടിക്കിൾസ് ഇൻക്ലൂഡിങ് ഹെർ ഓട്ടോബയോഗ്രാഫി. അവർ 12 പുസ്തകങ്ങൾ എഴുതി. ന്യൂമറസ് ആർട്ടിക്കിൾസ് ഇൻക്ലൂഡിങ് ഹെർ ഓട്ടോബയോഗ്രാഫി, അവരുടെ ആത്മകഥ ഉൾപ്പെടെ ഒരുപാട് ആർട്ടിക്കിളുകൾ അവർ എഴുതി. ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് റിട്ടൺ അറ്റ് ദ ഏജ് ഓഫ് 22. 22-ാമത്തെ വയസ്സിലാണ് സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന അവരുടെ ആത്മകഥ അവർ എഴുതുന്നത്. ഇൻ 1984, 1984 her life story was made into a movie named The Miracle Continues. 1984 അവരുടെ ജീവിതകഥ സിനിമയായി മാറി. അതിൻ്റെ പേര് ദ മിറാക്കിൾ കണ്ടിന്യൂസ് എന്നാണ്. അപ്പോൾ ഇത്രയുമാണ് അവരെപ്പറ്റി നമുക്ക് തന്നിട്ടുള്ള കാര്യം. ഇനി നമുക്കിതിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ടിലേക്ക് പോകാം. ഹെലൻ കെല്ലർ ബിക്കെയിം ഡഫ് ആൻഡ് ഡം ആൻഡ് ബ്ലൈൻഡ് വെൻ ഷി വാസ് വെരി യങ്. അവർ വളരെ ചെറുപ്പത്തിൽ തന്നെ ബധിരയും അന്ധയുമായി മാറി. ഡംബെന്ന് പറയുന്നുണ്ട്. ഡംബെന്ന് വെച്ച് കഴിഞ്ഞാൽ ഊമ എന്നാണ്, സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥ. പക്ഷേ അവർ ഒരിക്കലും ഊമയായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അവരുടെ ആത്മകഥയിൽ പറയുന്നൊരു കാര്യമുണ്ട്. അവർ ചെവി കേൾക്കാതെ ആയപ്പോൾ അവർ സൗണ്ടൊന്നും കേൾക്കുന്നില്ല. നമ്മളെന്തെങ്കിലും കേൾക്കുന്ന കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സംസാരിക്കാനായിട്ട് നമ്മൾ പഠിക്കുന്ന കേൾവി ജ്ഞാനം ഉള്ളപ്പോഴാണ് നമുക്ക് സംസാരിക്കാനും കഴിയുക. അപ്പോൾ അവർ ആത്മകഥയിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. അവർക്കങ്ങനെ കേൾക്കാൻ കഴിയാഞ്ഞത് കൊണ്ട് തന്നെ അവർ സംസാരിക്കാനായിട്ട് ശ്രമിച്ചതുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ നാച്ചുറലി എല്ലാ ആളുകളും വിചാരിച്ചത് അവർ ഡംബായിരുന്നു എന്ന് വിചാരിച്ചു. പക്ഷേ ഒരു ഘട്ടത്തിൽ അവർ തന്നെ തിരിച്ചറിയുന്നുണ്ട് അവർക്ക് സംസാരിക്കാൻ കഴിയുമെന്നും. അങ്ങനെ അവർ അതിനുവേണ്ടി ട്രെയിൻ ചെയ്യുന്ന കാര്യമൊക്കെ അവർ ആത്മകഥയിൽ പറയുന്ന കാര്യമാണ്. സോ അതുകൊണ്ട് അവർ ഒരിക്കലും ഡംബായിരുന്നില്ല. പക്ഷേ നമ്മുടെ ലെസണിൽ അങ്ങനെ ഡംബെന്നും കൂടി പറയുന്നുണ്ട്. ബട്ട് അവർ ഒരിക്കലും ഡംബായിരുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. നെവർത്തലെസ് എന്ന് വെച്ചാൽ എന്നിരുന്നാലും ഷീ സ്ട്രഗിൾഡ് എ ലോട്ട് ടു അക്കംപ്ലിഷ് ഗോൾസ് ഇൻ ഹർ ലൈഫ്. അവർ അവരുടെ ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ, അവരുടെ ലക്ഷ്യങ്ങൾ
നേടിയെടുക്കാൻ വേണ്ടി അവർ ഒരുപാട് കഷ്ടപ്പെട്ടു. ലെറ്റ്സ് സീ ഹൗ ഷീ ടോക്സ് അബൌട്ട് ഹെർ ലൈഫ് ഫ്രം ഹെർ ഓൺ എക്സ്പീരിയൻസസ്. അവരുടെ അനുഭവങ്ങളിൽ നിന്നും അവർ എന്തൊക്കെയാണ് മനസ്സിലാക്കിയത് എന്നുള്ളത് നമുക്ക് നോക്കാം. അവരുടെ അനുഭവങ്ങളെ നമുക്ക് കേൾക്കാം, നോക്കാം. It is with a kind of fear that I begin to write the history of my life. എൻ്റെ ജീവചരിത്രം, എൻ്റെ ജീവിതകഥ ഞാൻ എഴുതാൻ തുടങ്ങുന്നത് ഒരു ഭയത്തോടു കൂടിയാണ്. I have, as it were, a superstitious hesitation in lifting the veil that clings about my childhood like a golden mist. The task of writing an autobiography is a difficult one. ഒരു ഭയത്തോടു കൂടിയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രം ഞാൻ എഴുതാനായിട്ട് തുടങ്ങുന്നത്. I have, as it were, a superstitious hesitation. എനിക്ക് തിരിച്ചറിയാൻ കഴിയാത്തൊരു മടി, ഒരു ഹെസിറ്റേഷൻ, ഒരു അറപ്പ്. അതുകൊണ്ട് ഇൻ ലിഫ്റ്റിംഗ് ദ വെയിൽ ദാറ്റ് ക്ലിങ്സ് അബൌട്ട് മൈ ചൈൽഡ്ഹുഡ് ലൈക്ക് എ ഗോൾഡൻ മിസ്റ്റ്. ഒരു സുവർണ്ണ മഞ്ഞ് പോലെ, മൂടൽ മഞ്ഞ് പോലെ മൂടിക്കിടക്കുന്ന, എൻ്റെ കുട്ടിക്കാലത്തെ മൂടിക്കിടക്കുന്ന ഒരു മൂടുപടം. എന്തിൻ്റെ മൂടുപടമാണ്? മഞ്ഞിൻ്റെ മൂടുപടമാണ് ഗോൾഡൻ മിസ്റ്റ്. അത് മാറ്റാൻ വെയിൽ എന്ന് വെച്ചാൽ മൂടുപടമാണ്, അത് മാറ്റാൻ ഉള്ളൊരു മടി എനിക്കുണ്ടായിരുന്നു. ദ ടാസ്ക് ഓഫ് റൈറ്റിംഗ് ആൻ ഓട്ടോബയോഗ്രഫി ഈസ് എ ഡിഫിക്കൽട്ട് വൺ. നമ്മുടെ ആത്മകഥ എഴുതുക എന്ന് പറയുന്നത്, നമ്മൾ വിചാരിക്കും നമ്മുടെ കഥയല്ലേ, വളരെ വേഗം എഴുതാം, എന്നൊക്കെ നമ്മൾ വിചാരിക്കും. അത് ഏറ്റവും പ്രയാസമേറിയ ഒരു കാര്യമാണ്. നമുക്ക് മറ്റൊരു കഥ എഴുതുന്നതിനേക്കാൾ പ്രയാസമാണ് നമ്മുടെ ആത്മകഥ എഴുതുക എന്ന് പറയുന്നത്. When I try to classify my earliest impressions, I find that fact and fancy look like across the years that link the past with the present. When I try to classify my earliest impressions, എൻ്റെ ആദ്യകാല അനുഭവങ്ങളെ ഞാനൊന്ന് തരംതിരിക്കാൻ ശ്രമിക്കുമ്പോൾ, I find that എനിക്ക് മനസ്സിലായി fact and fancy look like across the years. വർഷങ്ങൾക്കിപ്പുറവും വസ്തുതയും സങ്കല്പവും ഒരുപോലെ കെട്ടുപിണഞ്ഞ് കിടക്കുന്നതായിട്ട് കാണാം. ദാറ്റ് ലിങ്ക് ദ പാസ്റ്റ് വിത്ത് ദ പ്രസൻറ്റ്. അപ്പം കഴിഞ്ഞ കാലവും ഇക്കാലവും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന വസ്തുതകളെയും സങ്കല്പത്തെയും ഒരുപോലെ കെട്ടുപിണഞ്ഞ് കിടക്കുന്നത് കാണാം. ദ വുമൺ പെയിൻസ് ദ ചൈൽഡ്സ് എക്സ്പീരിയൻസ് ഇൻ ഹെർ ഓൺ ഫാൻറ്റസി. ഒരു സ്ത്രീ അവരുടെ സങ്കല്പത്തിൽ തന്നെ ഒരു കുട്ടിയുടെ അനുഭവങ്ങളെ വരച്ചെടുക്കുകയാണ്. എ ഫ്യൂ ഇംപ്രഷൻസ് സ്റ്റാൻഡ് ഔട്ട് വിവിഡ്ലി ഫ്രം ദ ഫസ്റ്റ് ഇയർ ഓഫ് മൈ ലൈഫ്, ബട്ട് ദ ഷാഡോസ് ഓഫ് ദ പ്രിസൺ ഹൗസ് ആർ ഓൺ ദ റെസ്റ്റ്. എ ഫ്യൂ ഇംപ്രഷൻസ്, കുറച്ച് അനുഭവങ്ങൾ, കുറച്ച് കാര്യങ്ങൾ, സ്റ്റാൻഡ് ഔട്ട് വിവിഡ്ലി ഫ്രം ദ പാസ്റ്റ് ഇയേഴ്സ് ഓഫ് മൈ ലൈഫ്, എൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാം. ബട്ട് ദ ഷാഡോസ് ഓഫ് ദ പ്രിസൺ, പക്ഷേ ബാക്കിയെല്ലാം തന്നെ അറൗണ്ട് ദ റെസ്റ്റ്, ബാക്കിയെല്ലാം തന്നെ ഒരു നിഴൽ, ഒരു ജയിലിൻ്റെ നിഴലിലാണ്, അല്ലെങ്കിൽ ഒരു തടവിൻ്റെ നിഴലിലാണ് ബാക്കിയില്ല. അതായത് ബാക്കിയൊന്നും തന്നെ അവർക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഓർക്കാൻ കഴിയുക. ബിസൈഡ്സ് മെനി ഓഫ് ദ ജോയ്സ് ആൻഡ് സോറോസ് ഓഫ് ചൈൽഡ്ഹുഡ് ഹാവ് ലോസ്റ്റ് ദെയർ പോഗ്നൻസി ആൻഡ് മെനി ഇൻസ്റ്റൻസ് ഓഫ് വൈറ്റൽ ഇമ്പോർട്ടൻസ് ഇൻ my early education have been forgotten in the excitement of great discoveries. അപ്പം പല സന്തോഷങ്ങളുടെയും ദുഃഖങ്ങളുടെയും എല്ലാം കുട്ടിക്കാലത്തുണ്ടായിരുന്നപ്പോൾ ഏറ്റവും വലിയ സന്തോഷങ്ങളായും വലിയ ദുഃഖങ്ങളായും ഒക്കെ കണ്ടിരുന്ന പലതിൻ്റെയും പ്രാധാന്യം നഷ്ടപ്പെട്ടു പോയി. അതുമാത്രമല്ല, പല കാര്യങ്ങളും വലിയ പ്രാധാന്യമുണ്ടായിരുന്നു, വൈറ്റൽ ഇമ്പോർട്ടൻസ്, വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു എന്ന് കരുതുന്ന പല സംഭവങ്ങളും പിന്നീടുള്ള അവരുടെ ആദ്യകാല വിദ്യാഭ്യാസ കാലത്തുണ്ടായിരുന്ന വലിയ പ്രാധാന്യമുണ്ടെന്ന് കരുതിയ പല കാര്യങ്ങളും പിന്നീട് അതിനേക്കാൾ വലിയ കണ്ടെത്തലുകൾ അവരുടെ ജീവിതത്തിൽ അവർ നടത്തിയപ്പോൾ അതിൻ്റെ പ്രാധാന്യവും നഷ്ടപ്പെട്ടു പോയി. In order, therefore, not to be tedious, I shall try to present in a series of sketches only the episodes that seem to me
to be the most interesting and important. അപ്പം എന്ത് തന്നെയായാലും നോട്ട് ടു ബി ടെഡിയസ്, വലിയ വിരസത ഉണ്ടാക്കാതെ തന്നെ ഐ ഷാൽ ട്രൈ ടു പ്രസൻറ്റ് എ സീരീസ് ഓഫ് സ്കെച്ചസ് ഓൺലി ദ എപ്പിസോഡ്സ് ദാറ്റ് സെയിം ടു മീ ടു ബി ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇമ്പോർട്ടൻറ്റ്. എന്നെ സംബന്ധിച്ച് ഏറ്റവും രസകരവും പ്രാധാന്യമുള്ളതുമായ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാം. I was born on June 27, 1880. 1880 ജൂൺ 27 ഞാൻ ജനിച്ചത് ഇൻ ടെസ്കംബിയ, എ ലിറ്റിൽ ടൗൺ ഓഫ് നോർത്തേൺ അമേരിക്ക. നോർത്തേൺ അമേരിക്കയിലെ ഒരു ചെറിയ ടൗണായ ടെസ്കംബിയയിൽ 1880 ജൂൺ മാസം 27 ഞാൻ ജനിച്ചത്. ദ ഫാമിലി of my father's side is descendant from Caspar Keller, a native of Switzerland who settled in Maryland. അച്ഛൻ്റെ കുടുംബം എന്ന് പറയുന്നത് കാസ്പർ കെല്ലർ എന്ന വ്യക്തിയുടെ പിന്തുടർച്ചക്കാരാണ്. അപ്പം അദ്ദേഹം ഒരു സ്വിറ്റ്സർലൻഡ് നിവാസിയായിരുന്നു. പിന്നീട് മെരിലാൻഡ് സ്ഥലത്ത് അദ്ദേഹം സെറ്റിൽ ചെയ്തു. ആ കാസ്പർ കെല്ലറുടെ പിന്തുടർച്ചക്കാരാണ് ആര്? എൻ്റെ അച്ഛൻ്റെ കുടുംബം. My father, Arthur H. Keller, was a captain in the Confederate Army. കോൺഫെഡറേറ്റ് ആർമിയിലെ ഒരു ക്യാപ്റ്റനായിരുന്നു എൻ്റെ അച്ഛനായ ആർതർ എച്ച് കെല്ലർ. ആൻഡ് മൈ മദർ, കേറ്റ് ആഡംസ്, വാസ് ഹിസ് സെക്കൻഡ് വൈഫ് ആൻഡ് മെനി ഇയേഴ്സ് യങ്ങർ. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് കേറ്റ് ആഡംസ്. അവർ അദ്ദേഹത്തിൻ്റെ രണ്ടാം ഭാര്യയായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തെക്കാൾ നന്നേ ചെറുപ്പവുമായിരുന്നു കേറ്റ് ആഡംസ്. I lived up to the time of the illness that deprived me of my sight and hearing in a tiny house consisting of a large square room and a small one in which the servants slept. I lived up to the time of the illness that deprived me of my sight and hearing. എൻ്റെ അസുഖത്തിൻ്റെ സമയം വരെ ഒരു അസുഖം ബാധിച്ചിരുന്നു. ആ അസുഖം മാറിയതിന് ശേഷമാണ് അവരുടെ കാഴ്ചയും കേൾവിയും എല്ലാം പോയത്. അപ്പോൾ ആ സമയം വരെ താമസിച്ചതിൻ്റെ ടൈനി ഹൗസ് കൺസിസ്റ്റിംഗ് ഓഫ് എ ലാർജ് സ്ക്വയർ റൂം, ഒരു വലിയ സ്ക്വയർ റൂമുള്ളൊരു ചെറിയ വീട്, ആൻഡ് എ സ്മോൾ വൺ. ആ സ്ക്വയർ റൂം മാത്രമല്ല, ചെറിയ ഒരു വീട്, ഒരു ചെറിയ മുറി കൂടിയുണ്ട്. ഒരു റൂം മാത്രമല്ല, ഒരു ചെറിയ മുറി കൂടിയുണ്ട്. ഇൻ വിച്ച് ദ സെർവൻറ്റ് സ്ലെപ്റ്റ്, അവിടെയാണ് സെർവൻ്റ് ഉറങ്ങുന്നത്, എൻ്റെ ജോലിക്കാരെ ഉറങ്ങുന്നത്. അപ്പം ഇങ്ങനൊരു വീട്ടിലാണ് ഞാൻ താമസിച്ചത്. ഇറ്റ്സ് എ കസ്റ്റം ഇൻ ദ സൗത്ത് ടു ബിൽഡ് എ സ്മോൾ ഹൗസ് നിയർ ദ ഹോം സ്റ്റഡ് ആസ് ആൻ അനക്സ്. അപ്പം വീടിനോട് ചേർന്ന് ഒരു ചെറിയ വീട് കൂടി പണിയുക എന്ന് പറയുന്നത് അന്നത്തെ അവിടുത്തെ ഒരു സൗത്തേൺ അമേരിക്കയിലെ ഒരു കസ്റ്റമായിരുന്നു, രീതിയായിരുന്നു. അത് ചില അവസരങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഇതുണ്ടാക്കിയിടുന്നത്. സച്ച് എ ഹൗസ് മൈ ഫാദർ ബിൽറ്റ് ആഫ്റ്റർ ദ സിവിൽ വാർ. അപ്പോൾ അമേരിക്കൻ സിവിൽ വാറിന് ശേഷമാണ് എൻ്റെ അച്ഛൻ അങ്ങനെ ഒരു വീട് ഉണ്ടാക്കിയത്. അപ്പം സിവിൽ വാർ എന്ന് പറയുന്നത് അമേരിക്കയിൽ നോർത്തേൺ സ്റ്റേറ്റ്സും സതേൺ സ്റ്റേറ്റ്സും തമ്മിൽ നടന്ന ഒരു യുദ്ധമാണ് ഈ സിവിൽ വാർ എന്ന് പറയുന്നത്. അപ്പം കാരണം അത് എന്തിനെ ചൊല്ലിയായിരുന്നു എന്ന് ചോദിച്ചാൽ, അവിടെ അടിമത്തം നിരോധിച്ചു. അടിമത്തം അവിടെ നിലനിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അടിമത്തം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഈ ആഫ്രിക്കയിൽ നിന്നും ഒക്കെ കൊണ്ടുവരുന്ന കറുത്തവർഗക്കാരായ ആളുകളെ അടിമകളാക്കി ഉപയോഗിച്ചിരുന്നു. അവർ ഒരാളുടെ ഉപയോഗം കഴിഞ്ഞാൽ നമ്മൾ പശുവിനെയും കാളയും ഒക്കെ കൊണ്ടുപോയി വിൽക്കുന്ന പോലെ ചന്തയിൽ കൊണ്ടുപോയി നമ്മൾ വിൽക്കും, വില പറഞ്ഞ് വിൽക്കും. മനുഷ്യൻ്റേതായ ഒരവകാശങ്ങളും മനുഷ്യനാണെന്ന് ചിന്തിക്കുക പോലും ചെയ്യാത്തിരുന്നൊരു കാലം, ആ ഒരു കാലമുണ്ടായിരുന്നു. അതിനുശേഷം എബ്രഹാം ലിങ്കൻ്റെ കാലം വന്നപ്പോൾ എന്ത് ചെയ്തു? അടിമത്തം നിരോധിച്ചു. അപ്പം ഇതിൽ പ്ലാന്റേഷൻ ഓണേഴ്സ് കൂടുതലായി സെറ്റിൽ ചെയ്തിരുന്ന സതേൺ സ്റ്റേറ്റ്സ് ആണെന്നാണ് തോന്നിയത്. ഒരു സ്റ്റേറ്റ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സതേൺ സ്റ്റേറ്റ്സ് ആണ്. അപ്പോൾ സതേൺ സ്റ്റേറ്റ്സ് പ്ലാന്റേഷൻ ഓണേഴ്സും നോർത്തേൺ സ്റ്റേറ്റ്സ് റിപ്പബ്ലിക്കൻസുമായിരുന്നു. അതായത് കുറേ കൂടി ജനാധിപത്യപരമായ കാര്യങ്ങൾ ചിന്തിക്കുന്ന ആളുകളുമായിരുന്നു. അപ്പം ഈ പ്ലാന്റേഷൻ ഓണേഴ്സ് ഇതിനെ എതിർത്തു. അതിനെ തുടർന്നാണ് അവിടെ ഉണ്ടായ ഒരു
കലാപമായിരുന്നു സിവിൽ വാർ. അവിടെ നോർത്തേൺ സ്റ്റേറ്റ്സും സദേൺ സ്റ്റേറ്റ്സും തമ്മിൽ നടന്നൊരു കലാപമായിരുന്നു ഈ സിവിൽ വാർ എന്ന് പറയുന്നത്. സോ അതിനുശേഷമാണ് അദ്ദേഹം ഇങ്ങനെയൊരു ചെറിയ വീട് പണിഞ്ഞത്. ആൻഡ് വെൻ ഹി മാരിഡ് മൈ മദർ ദേ വെന്റ് ടു ലിവ് ഇൻ ഇറ്റ്. അതിനുശേഷം അദ്ദേഹം എൻ്റെ അമ്മയെ വിവാഹം കഴിച്ചു. അതിനുശേഷം അതിൽ താമസിക്കാനായിട്ട് തുടങ്ങി. ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി കവേർഡ് വിത്ത് വൈൻസ്. അതിനെ ചുറ്റിക്കൊണ്ട് എന്തുണ്ട്, ഒരുപാട് വൈൻ എന്ന് വെച്ചാൽ വള്ളിച്ചെടികളുണ്ടായിരുന്നു. ക്ലൈംബിങ് റോസസ് പടരുന്ന റോസാ ചെടികളുണ്ടായിരുന്നു. ആൻഡ് ഹണി സക്കിൾസ് ഉണ്ടായിരുന്നു, അതും മറ്റൊരു ചെടിയാണ്. ഫ്രം ദ ഗാർഡൻ ഇറ്റ് ലുക്ക് ലൈക്ക് ആൻ ആർബർ. ഗാർഡനിൽ നോക്കിക്കഴിഞ്ഞാൽ അതൊരു വീടാണെന്ന് തോന്നില്ല, ഒരു വള്ളിക്കുടിൽ പോലെ തോന്നും. ആർബർ വള്ളിക്കുടിൽ. ദ ലിറ്റിൽ പോർച്ച് വാസ് ഹിഡൻ ഫ്രം ദ വ്യൂ. അത് കുഞ്ഞു പോർച്ച് നമുക്ക് നമ്മുടെ കാഴ്ചയിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നു. ബൈ എ സ്ക്രീൻ ഓഫ് യെല്ലോ റോസസ് ആൻഡ് സദേൺ സ്മിലാക്സിൻ്റെയും യെല്ലോ റോസിൻ്റെയും എല്ലാം ഇതിൽ മറഞ്ഞു നിൽക്കുകയാണ്. ഇറ്റ് വാസ് എ ഫേവറേറ്റ് ഹോണ്ട് ഓഫ് ഹമ്മിങ് ബേർഡ്സ് ആൻഡ് ബീസ്. ബേർഡ്സിൻ്റെ ഒരു പക്ഷിയാണ്. അതുപോലെ തേനീച്ചകളുടെയും എല്ലാം ഒരു പ്രിയപ്പെട്ട സ്ഥലമായിരുന്നു ഏത്, ആ വീടും ആ പൂന്തോട്ടവുമൊക്കെ. അപ്പം ഇത്രയും വരെ തൽക്കാലം നമുക്ക് നിർത്താം. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും.